നമുക്ക് ഇനിയിപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. ഇതുപോലെ തന്നെ കൃത്യമായി പോളിംഗ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പറഞ്ഞുകൊണ്ട് എം കെ രാഘവനും എളമരം കരീമുമൊക്കെ അവിടെ രംഗത്തെത്തിയ വാർത്തകളൊക്കെ നമ്മൾ രാവിലെ കണ്ടു. ഒപ്പം തന്നെ മറ്റ് വാർത്തകൾ എന്തൊക്കെയാണ് വടക്കൻ കേരളത്തിൽ പ്രധാനമായും സംഭവിക്കുന്നതെന്ന് ഷബീറിനോട് ചോദിക്കാം. ഷബീർ, പ്രത്യേകിച്ച് ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക, ഒരാശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ ഏത് രീതിയിൽ ഇതിനെ വിലയിരുത്തണം എന്നൊക്കെ. പക്ഷേ എല്ലാവർക്കും തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ ഈ സമയത്ത് സാധിക്കുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ തന്നെയായിരിക്കും വടക്കൻ കേരളത്തിലും, അല്ലേ? തീർച്ചയായും മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആശയക്കുഴപ്പമുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രതികരണം. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇരു മുന്നണികളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുമെല്ലാം തന്നെ അവകാശപ്പെടുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ പ്രത്യേകമായി നോക്കുകയാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലേതുപോലെ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 5-6% 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നത്. ഈ കുറവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് LDFും UDFും ഒരുപോലെ അവകാശപ്പെടുന്നത്. എളമരം കരീം പറയുന്നത് UDFിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് എം കെ രാഘവന് ലഭിക്കേണ്ട UDF വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതിൽ തന്നെ അദ്ദേഹം പ്രത്യേകമായി പറയുന്നത് ലീഗ് പ്രവർത്തകർക്കിടയിൽ ഒരു മ്ലാനത ഉണ്ടായിരുന്നത്. ലീഗ് പ്രവർത്തകർ കാര്യമായി എം കെ രാഘവന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടില്ല. ഇതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നത്. LDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. ഇതേ അവകാശവാദമാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എം കെ രാഘവനും ഉന്നയിക്കുന്നത്. UDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതിനൊപ്പം LDF വോട്ടുകളിൽ കുറവ് വന്നു. അത് മാത്രമല്ല അടിയൊഴുക്കുകളുണ്ടായി. LDF വോട്ടുകൾ കൂടി തനിക്ക് അനുകൂലമായി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ 4ാം തവണയും കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസമാണ് എം കെ രാഘവനും പങ്കുവെക്കുന്നത്. എന്തായാലും ഇതേ ട്രെൻഡ് തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിലും നോക്കുകയാണെങ്കിൽ. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ്. പോളിംഗ് ശതമാനത്തിൽ 5-6% കുറവ് വന്നിട്ടുണ്ട്. ഈ കുറവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ അവകാശവാദം. എന്തായാലും ആ കുറവ് പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് ഏതാണ്ട് 6% കുറവ് വന്നിട്ടുള്ളത്. 80.65% 2019 പോളിംഗ് ശതമാനം. അത് ഇത്തവണ 74.28 കുറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 75 കുറഞ്ഞിരിക്കുന്നു. കണ്ണൂരിലും സമാനമായ സ്ഥിതിയിൽ വലിയ ശതമാനം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. 83% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ 76 കുറഞ്ഞു കണ്ണൂർ മണ്ഡലത്തിൽ. വടകരയിൽ ഏറ്റവും വലിയ പ്രചാരണം, നമ്മൾ വലിയ പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വടകരയിൽ അടക്കം ഈ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 2019 82% കണ്ണൂരിലെ വടകരയിലെ പോളിംഗ് ശതമാനമെങ്കിൽ അത് 78% കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ വലിയ പ്രചാരണമൊന്നും പോളിംഗ് ശതമാനത്തെ സ്വാധീനിച്ചില്ല എന്ന് വേണം വടകരയിലെ ഈ പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട്ട് 81% 2019 ഇത് 75% കുറഞ്ഞു. ഏതാണ്ട് 6% കുറവ് വന്നു. മലപ്പുറത്തും ഈ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 75% ഉണ്ടായിരുന്നത് 71 കുറഞ്ഞിട്ടുണ്ട്. പൊന്നാനിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പൊന്നാനിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ലീഗ് പ്രവർത്തകർക്ക്, ലീഗ് നേതാക്കൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പൊന്നാനിയിൽ 2019 75% പോളിംഗ് ശതമാനം. അത് 68 കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ തരത്തിലുള്ള ആശങ്ക ലീഗ് ക്യാമ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പൊന്നാനിയിൽ ലീഗിന് നേരത്തെ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. സമസ്ത വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമത് LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെന്നതെല്ലാം തന്നെ സംശയമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വലിയ പ്രചാരണം നടത്തിയിട്ടും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ലീഗ് പ്രവർത്തകർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ പോളിംഗ് അവസാനിക്കുമ്പോഴും അവർ പങ്കുവച്ചിരുന്നത്. മറ്റൊന്ന് പാലക്കാടാണ്. പാലക്കാടും ആലത്തൂരും ഈ പോളിംഗ് ശതമാനത്തിൽ ഈ പറഞ്ഞതുപോലെ 6-5% കുറവ് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ആർക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു തീർപ്പ് പറയാൻ കഴിയില്ല. ബൂത്ത് അടിസ്ഥാനത്തിലടക്കം വിശകലനം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ 2019 ഈ നിലയ്ക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത LDFന് തെറ്റി. കാസർഗോഡും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ LDFന് വലിയ ഭൂരിപക്ഷത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു 2019. അപ്പോൾ ഈ വിലയിരുത്തലുകളും ഒപ്പം തന്നെ അവരുടെ പ്രതീക്ഷകളും എല്ലാം തന്നെ കൃത്യമാകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അപ്പോൾ ഏത് വോട്ടാണ്, ഏത് ഭാഗത്താണ് ചോർച്ച ഉണ്ടായതെന്ന് വരും മണിക്കൂറുകളൊക്കെ കൂട്ടലിന്റെയും കിഴിക്കലിന്റെയുമാണ്. എവിടേക്കാണ് അടിയൊഴുക്കുകൾ ഉണ്ടായിരിക്കുന്നത്, എവിടേക്കാണ് തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇനി കണക്ക് കൂട്ടട്ടെ. എന്തായാലും ആ കണക്കുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ അവർ തന്നെ പറഞ്ഞു തരുമെന്നറിയാം.